കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. എവിടെയാ വാവേ നമ്മൾ പോണത്? എവിടെയാ? ആണോ? അമ്പലത്തിൽ എന്തിനാ പോണേ? അത്രയ്ക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് വാവയുടെ എഴുതിരുത്താൻ വേണ്ടി പോവാണ് മൂകാംബികയില്. ഓൾറെഡി വാവേനെ ഇപ്പൊ കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തെ വിദ്യാരംഭത്തിന് വീട്ടിൽ എഴുത്തിലിരുത്തിയതാണ്. എല്ലാം ഓർമ്മ ഉണ്ടാവും കേൾക്കുന്നത്, ഞാനാണ് എഴുത്തിലിരുത്തിയത്. അപ്പൊ വീട്ടിൽ എഴുത്തിലിരുത്തിയതാണ്. പിന്നെ നമ്മള് അമ്പലത്തിൽ അമ്പലത്തിൽ എഴുതിയിരുന്നല്ലോ കേട്ടോ, അമ്പലത്തിൽ എഴുതിയായിരുന്നു. പക്ഷെ നമ്മള് മൂകാംബികയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് പെട്ടെന്നാണ് ഡിസൈഡ് ചെയ്തത്. ഇന്നിപ്പോ സൺഡേ ആണ്. ചടപടേന്ന് ഡിസൈഡ് ചെയ്തു. പെട്ടെന്ന് 2-3 ദിവസം ഓഫ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്നാ പിന്നെ പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 മാത്രം പോണ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഉണ്ണിക്കുട്ടിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഒബ്വിയസ്ലി അവനും അമ്മയില്ല. ഞങ്ങൾ കുറെ നാളായിട്ട്, അതായത് അന്ന് ആദ്യം എഴുത്തിനിരുത്തിയ അന്ന് മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ് മൂകാംബിക പോണ കാര്യം. പക്ഷെ നടക്കാറില്ല. ട്രെയിനിൽ പോവാന്ന് പറഞ്ഞു. ബിക്കോസ് അമ്മയ്ക്കൊക്കെ ഇത്ര ദൂരെ വഴി ഇച്ചിരി പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ദൂരെ വണ്ടിയിൽ നിന്ന് ഇത്തിരി ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടി കാരണം ട്രെയിനിൽ പോവാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞത് ഡിലേ ആയി. ഇപ്പൊ ഞങ്ങൾ 3 പേര് മാത്രമാണ് പോകുന്നത്. അപ്പൊ ഉണ്ണിക്കുട്ടിക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ 3 പേര് മാത്രമാണ് പോകുന്നത്. എന്താണ് ഈ എടുപിടി എന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്ക് ചേച്ചി വരുന്നുണ്ട് അടുത്ത ആഴ്ച, തിങ്കളാഴ്ച 24th പിങ്ക് ചേച്ചി വരും. അപ്പൊ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ തിരക്കായി പോകും. പിന്നെ ഭയങ്കര ചൂടാകും. പിന്നെ സ്കൂൾ തുറക്കും. ഇതിനെ പ്രീ KGയിൽ ചേർക്കണം, പ്ലേ സ്കൂളിൽ ചേർക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന് മുന്നേ ഇത് നടക്കാന്ന് വെച്ചാൽ ഇച്ചിരി മനസ്സിലായി. ചിലപ്പോ ഇങ്ങനെ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ ആവട്ടെ എന്നിട്ട് ഇത് പിന്നെ ഇങ്ങനെ നീണ്ടു പോകുവാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്നായിട്ട് ഇങ്ങനെ 2-3 ദിവസം ഓഫ് വന്നപ്പോഴത്തേക്കും ഓർത്തന്നാ പിന്നെ പടപടയെന്നൊന്ന് പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. തേഴ്സ്ഡേ നമ്മൾ നോക്കിയതാണ് പോവാൻ വേണ്ടിയിട്ട്. സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഈ ലാസ്റ്റ് മിനിറ്റ് നോക്കിയോണ്ട് ഒരു ഹോട്ടൽസും ഉണ്ടായിരുന്നില്ല ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സൺഡേത്തേക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ മൺഡേത്തേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുപിടിന്ന് പോയിട്ട് വരാനാണ് നമ്മളുടെ ഈ വിധി. അപ്പൊ അങ്ങനെ ഞങ്ങൾ എത്ര മണിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണി 5:15 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. മാമ എന്റെ കയ്യിലിരുന്ന് ഉറങ്ങുമായിരുന്നു. അവൾ ഇരുട്ടത്ത് മീൻസ് വെളിച്ചായില്ലെങ്കിൽ അവള് ക്ലാസ് ചെയ്തിലിരിക്കില്ല. കൂടെ ആരെങ്കിലും കൂട്ടില്ലെങ്കിൽ, ഇപ്പൊ ഉണ്ണിക്കുട്ടിയും അമ്മമാരും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആരും ഇല്ലാണ്ട് പുറകിൽ അങ്ങനെ ഇരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിൽ ഞാൻ വെച്ചേക്കുമായിരുന്നു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ കുറച്ചു മുന്നേ A to B ഇറങ്ങി. നല്ല പൂരി, പൊടി ഇഡ്ലി, ദോശ ഒക്കെ കഴിച്ചതിന് ശേഷം യമ്മിയായിട്ടും ഹാപ്പി ടമ്മിയായിട്ടും നമ്മൾ മൂകാംബികയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര മണിക്കൂറുണ്ട് കേട്ടോ? 5 മണിക്കൂറുണ്ട്. ഇപ്പോ വന്നിട്ട് 8:30 ആവണം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഒരു ചെറിയൊരു സ്റ്റോപ്പും കൂടി വരുമല്ലോ, ഒരു ലഞ്ച് സ്റ്റോപ്പും കൂടി വരും. അപ്പൊ നമുക്കൊരു അറൗണ്ട് എത്ര മണിയാവും കേട്ടോ എത്താൻ? ഓക്കെ, ലഞ്ചിന് കയറിയില്ലെങ്കിൽ നമ്മൾ 2 മണിക്ക് എത്തും. നമുക്ക് നോക്കാം നമ്മളുടെ വിശപ്പിന്റെ അവസ്ഥ എന്താ. ഏട്ടനാണെങ്കിൽ 6 മണി 6:30 തൊട്ടേ വിശക്കുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ സമയത്തൊന്നും ഓപ്പൺ ചെയ്ത് കാണാത്തത് കൊണ്ട് നമ്മൾ 8 മണി വരെ കടിച്ചു പിടിച്ചിരുന്നു. കുറേ ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഐ മീൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ റെസ്റ്റോറൻറ്റ്സ് കണ്ട സ്ഥലത്താണ് നമ്മൾ അങ്ങനെ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നല്ലൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മിസ് ചെയ്യണം, ഉണ്ണിക്കുട്ടീൻ്റെ അമ്മേനെയൊക്കെ മിസ് ചെയ്യണം. പരീക്ഷ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ അല്ലാത്ത അനുകൂലത്തെ പ്രോബ്ലംസ് കാരണം നമ്മൾ 3 പേരും കൂടി ഇവിടെ പോവാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിത് മാറ്റി വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും നടക്കത്തില്ല. സ്കൂളൊക്കെ ചേർന്ന് കഴിയും. അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് 3 പേർക്കും കൂടി ഒരു മൂകാംബിക ദർശനത്തിന് പോയിട്ട് വരാം. നല്ല വെയിലാണ്. ഒരു എത്ര മണിയാവും? ഒരു 6:30 തൊട്ടേ വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിൽ കാരണം എൻ്റെ അമ്മ രക്ഷയില്ല. ഭയങ്കര പൊള്ളണ വെയില. കുഞ്ഞ് എക്സൈറ്റഡ് ആണോടാ അമ്പലത്തിൽ പോവാൻ? അവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ. അവൾക്ക് പിന്നിലൊറ്റയ്ക്ക് ഇരിക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ബിക്കോസ് ആരെങ്കിലുമൊക്കെ കൂട്ടില്ലാണ്ട് ഇത്രയും ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ്. ബിക്കോസ് എപ്പോഴും ഉണ്ണിക്കുട്ടിയും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞ് കുറേ നേരം കിടന്ന് ഉറങ്ങി. ഈ ഹെയർ പിൻ കർവൊക്കെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 1:30 നമ്മൾ മൂകാംബികയിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ മൂകാംബിക പാലസ് എന്നുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് പോയിട്ട് കയറാം.
ഹലോ, അങ്ങനെ ഞങ്ങള് 1:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എത്തി. അതിസാഹസികമായ യാത്രയായിരുന്നു എന്ന് പറയുന്നതായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ ആ ഹെയർ പിൻ കേവ്സ് കയറുമ്പോൾ എൻ്റെ പൊന്നെ ഗ്യാസ് കയറുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഗ്യാസ് കയറുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു, ഗ്യാസ് പോകുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ എന്തെടുത്ത് നോക്കുക. ട്രെയിനിൽ പോകുന്നതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കണക്കിലൂടെ എത്തി. വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തോളൂ. ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. 1:45 ബിക്കോസ് നമ്മൾ 7:30 ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേഷനാണ് അല്ലേ. പൊക്കഞ്ഞിട്ട് വയ്യ അല്ലേ. ഭാവിക്ക് വിശക്കണ്ടേടാ. ഇപ്പൊ താഴത്തെ എത്തിയപ്പോ എനിക്ക് വിശക്കണ്, മുറി പോണ്ടെന്ന് പറഞ്ഞാ വേണ്ട, നിനക്ക് വിശക്കണ്ടേ? ഞങ്ങൾ കഴിക്കണത് നീ നോക്കിയിരുന്നോട്ടാ, നീ കഴിക്കണ്ട. ആണല്ലേ? പോവാ, ഫുഡ് കഴിക്കാൻ പോവാ. ഇവിടെ ഒന്നും അല്ല ഭയ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് പനീർ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയാണ്. എൻ്റെ വിശപ്പിന്റെ വിളിയിൽ ആ മീൽസ് മുഴുവൻ തിന്നേർത്ത് അല്ലേട്ടാ. ഒന്നും ബാക്കിയില്ല. ഓക്കെ, എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷെ എന്നിട്ട് പ്രാണം കത്തിപ്പോയി. എൻ്റെ അമ്മ പക്ഷെ കൊള്ളാടോ, നല്ല ഫുഡ് അല്ലേ, നല്ല ഫുഡല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടെ ഡ്രസ്സ് മാറിയാ നീ? അയ്യടാ, കട്ടില് കാണാത്ത പോലത്തെ കട്ട് കാണിക്കാൻ നോക്കരുത്. ഞാൻ വന്നു, മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡും നല്ലായിരുന്നു. ഒരു ലൈം ജ്യൂസും കൂടി കുടിച്ചപ്പോഴത്തേക്ക് നമ്മൾ സെറ്റായി. പിന്നെ റൂമിൽ ഒന്ന് ഡ്രസ്സ് മാറി. അയ്യോ എൻ്റെ ദൈവമേ, എൻ്റെ മുടി കെട്ടി വെച്ചാൽ പോലുണ്ട് കാണുന്നത്. ഏട്ടൻ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം വന്നത് ഭയങ്കര പൊളി സിറ്റുവേഷനാണ്. അതായത് പൈസ എടുത്ത പേഴ്സ് മറന്നുപോയി എടുക്കാൻ. എങ്ങനെയുണ്ട് ഏട്ടൻ്റെ ഒരു കാര്യം? ഇന്നലെ പോയിട്ട് ATM പോയിട്ട് പൈസയൊക്കെ എടുത്ത് വെച്ചതാണ്. ആ പേഴ്സ് അങ്ങനെ തന്നെ എടുത്തില്ല. ID കാർഡ്, പൈസ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ ID കാർഡ് നമ്മുടെ ഫോണിലുണ്ട്, GP ഉണ്ട്. പക്ഷെ നമുക്ക് അമ്പലത്തിലൊക്കെ കയറുമ്പോൾ ദക്ഷിണ കൊടുക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ പൈസ തന്നെ വേണമല്ലോ. അപ്പൊ ഇപ്പോ എൻ്റെ കയ്യിൽ എൻ്റെ പേഴ്സ് ഉണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് കിരണിന്റെ കയ്യിലാണ്. കിരൺ ഇന്നലെ പൈസ എടുക്കാൻ വേണ്ടി കിരണിന്റെ കയ്യിൽ കിരണിന്റെ കയ്യിലായി പോയി. അപ്പൊ അത് കിരണിന്റെ പേഴ്സില്ല. അപ്പൊ മൊത്തത്തിൽ എൻ്റെ ഡെബിറ്റ് കാർഡ് ഒന്നുമില്ല. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പൈസ എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോയിക്കണം. ഒന്നും പറയണ്ട. എൻ്റെ രൂപയിൽ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് 7 രൂപ എന്നാണ്. 5 കോയിനും 2 രൂപയുടെ ഒറ്റ കോയിനും. ഇത് 7 രൂപയായിട്ടാണ് ഞങ്ങൾ മൂകാംബികയ്ക്ക് വന്നത്. ഒന്നും പറയണ്ട. യെസ്, കിരൺ ഇപ്പൊ കാശ് എടുത്തിട്ടുണ്ടെന്നുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. വരും, ഡാഡി പൈസ എടുക്കാൻ വേണ്ടി പോയിക്കണം. അപ്പൊ നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്യുമ്പോഴും ദക്ഷിണൊക്കെ ആയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ TOYS വാങ്ങിക്കാനൊക്കെ വരുന്നു. TOYS ഒക്കെ വാങ്ങിക്കാനെങ്കിൽ പൈസ തന്നെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ പൈസ എടുക്കാൻ വേണ്ടി പോയി. പൈസ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ മെസ്സേജ് വന്നു. അപ്പൊ അങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. എനിക്കാണെങ്കിൽ ഈ മല കയറണ പോലെ എനിക്ക് കലി കയറിയ പരിപാടി വേറെ ഒന്നുമില്ലതേ. ഭയങ്കര ടയർഡായിപ്പോയി. ഛർദ്ദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ഇവിടെ എത്തിക്കണ്ട് വലിയ കുഴപ്പമില്ല. റൂം കുഴപ്പമില്ല കേട്ടോ. 4000 റുപ്പീസിന്റെ റൂമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും രൂപ. പക്ഷെ 4000 രൂപയുടെ റൂമിനൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് സംഭവമായിട്ടൊന്നുമില്ല. ബട്ട് എനിവേസ് നമുക്ക് ഈ ഒരു മുറിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് പറയുന്നില്ല. പൈസ കിട്ടിയെന്നല്ല, പൈസ ഡിക്ലൈൻ ആയ മെസ്സേജാണ് എനിക്ക് വന്നത്. പൈസ എടുക്കാൻ ശ്രമിച്ചിട്ട് ആ പൈസ ഡിക്ലൈൻ ആയിപ്പോയി. എൻ്റെ ICICI ബാങ്ക്. അപ്പൊ ICICIന്റെ അല്ല, വേറെ ബാങ്കിന്റെ അതിൻ്റെ അകത്ത് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നത് അങ്ങനത്തെ പ്രശ്നം. എന്തെങ്കിലും സോർട്ട് ഔട്ട് ചെയ്ത് പറ്റില്ല. എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വാളറ്റ് മറന്നു പോകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ പൈസ ഇല്ലെങ്കിൽ പോലും എൻ്റെ വാളറ്റ് എടുത്ത് വെച്ചു. ഉണ്ടോ എൻ്റെ ഒരു ആത്മാർത്ഥത കണ്ടില്ലേ? എൻ്റെ ഹാൻഡ് ബാഗും എൻ്റെ വാളറ്റും എൻ്റെ ചാർജറും അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ ഓർത്തെടുത്ത് വെച്ചു. പൈസ ഇല്ലാതെ വേറെ കാര്യം, അറ്റ്ലീസ്റ്റ് കാർഡെങ്കിലും ഉണ്ടല്ലോ. ആണല്ലേ? അപ്പൊ അങ്ങനെ കണ്ണപ്പൻ എന്തെങ്കിലുമൊക്കെ സോർട്ട് ചെയ്തിട്ട് വരുമായിരിക്കും. ഞാൻ എന്ത് പറയാനാണല്ലേ, ചില സമയത്ത് ഇതിനൊക്കെ സംഭവിക്കും. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വോട്ടെവർ, എന്തെങ്കിലും സോർട്ട് ചെയ്യട്ടെ. പിന്നെ GP ഉള്ളത് കൊണ്ട് നമുക്കൊരു ആശ്വാസം. അല്ലെങ്കിൽ പണ്ടത്തെ അവസ്ഥയൊക്കെ നമ്മൾ പെട്ടേനെ പൈസ ഇല്ലാണ്ട്. ഇതിന് GP ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നോക്കാം. ഇവിടെ നോക്കട്ടെ, സുന്ദരി ഞാൻ നോക്കട്ടെ. നോക്കാം, അമ്പലത്തിൽ തൊഴാൻ പോവാം. ഓക്കാം, ലെറ്റ്സ് ഗോ. എല്ലാം മടക്കി വൃത്തിയിൽ വെക്കുക. എന്താ അടക്ക നോക്കിയിട്ട് നോക്കി. വാവ്, നമ്മള് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് കുളിച്ചു, സെറ്റപ്പായി. ഇനി നമ്മള് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോട്ടെ. ഇപ്പൊ തന്നെ 6 മണിയാവറയുടെ വാടാ, അമ്പലം പൂട്ടും, വാ, സാധനമില്ല, വാ. യെസ്, അങ്ങനെ ഞങ്ങള് 6 മണിയാവാറായപ്പോഴത്തേക്കും എൻ്റെ അമ്മേ
6 മണി ആറായപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. എല്ലാവരും കുളിച്ച് സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയും ഒക്കെ ആയി ഹാപ്പി ആയിട്ട് ഇറങ്ങുകയാണ്. ഇതാരാ ഇത്? ഈ സുന്ദരി പെണ്ണാരാ? നോക്കട്ടെ. അവനോ കണ്ണാടിന്ന് മറന്നിട്ടേ. ഹലോ, നമ്മളിവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ചെരുപ്പ് വയ്ക്കണമെങ്കിൽ 2 രൂപ എടുക്കണേ. 2 രൂപ ഇല്ലാത്ത അവസ്ഥ. ഞങ്ങൾ പൈസ കിട്ടുമോ നോക്കാം. അത് GPay ചെയ്ത് കൊടുത്താൽ പൈസ കിട്ടുമോ അതിനറിയാൻ വേണ്ടി ഇറങ്ങിയേക്കാം. ചെരുപ്പ് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ. നമുക്ക് അവസാനം പൈസ കിട്ടി. നമ്മളൊരു പൂക്കാരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ആ ചേട്ടൻ നമുക്ക് ചേഞ്ച് തന്നു. സമാധാനമായി. നല്ലൊരു ചേട്ടൻ കേട്ടോ. ആ ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള പൂച്ചേട്ടൻ, ആ ചേട്ടനാണ് നമുക്ക് തന്നത്. ഭയങ്കര സമാധാനമായി. വാങ്ങിക്കാം. ഞങ്ങളുടെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സാധനം ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം കുട്ടികൾക്ക്. അമ്മ നോക്കിയടാ, ടോയ് കിട്ടിയോടാ? എടാ ഇല്ല പോകണ്ടല്ലോ. ഞങ്ങളങ്ങനെ ദർശനമൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ദർശനമായിരുന്നു കിട്ടിയത്. വാ, നല്ല തിരക്ക്, വലിയ തിരക്കില്ല. എന്നാൽ തിരക്കുണ്ട്, നല്ല വലിയ തിരക്കൊന്നുമില്ല. യൂഷ്വലി പറഞ്ഞ തിരക്കൊന്നുമില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി. പട്ട് താലം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് പൂജിച്ചു. നന്നായിരുന്നു കേട്ടോ, നല്ല പ്രസാദമൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വാവയ്ക്കൊരു ടോയ് വാങ്ങിച്ചു, ഉണ്ണിക്കുട്ടിക്കൊരു ലേസർ ലൈറ്റ് പോലത്തെ സാധനം വാങ്ങിച്ചു. പിന്നെ ഇവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് കറങ്ങി, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാഴ്ചയൊക്കെ കണ്ടിട്ട് പയ്യെ ഫുഡ് കഴിക്കാൻ പോവാം എന്നൊരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്താ സ്ഥിരമുള്ളതാണ് ഇവിടെ. ടൈ കിട്ടിയാ കുഞ്ഞാപ്പി ഹാപ്പി ആയിപ്പോയി. നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ണിക്കുട്ടിനെ എഴുത്തിന് തവണ വന്നപ്പോൾ ഇവിടെ നിന്ന് കുറേ കുപ്പികളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പക്ഷെ കുപ്പികളൊക്കെ വാങ്ങിക്കാൻ അറിയില്ല. അന്ന് അതൊക്കെ ഒരു ഭ്രാന്തായിരുന്നു. പിന്നെ ഭ്രാന്തൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആക്ച്വലി നമ്മളുടെ ഈ ഡോറിലും പൂജാമുറിയിലൊക്കെ ഇട്ടാൽ നമ്മുടെ നെല്ല് പോലത്തെ സാധനമില്ല, നെല്ലിങ്ങനെ എനിക്ക് അറിയില്ല, പേരില്ല. ആ സാധനം എനിക്ക് വാങ്ങിച്ചാൽ കളന്നുണ്ട്. പക്ഷെ നമുക്ക് പൂജാമുറി പോലും ഇല്ല, ഒരു പൂജ ഏരിയയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. ആരുടെ രാവിലെ കഴിക്കണേ? യെസ്, അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചെത്തി അല്ലേ വനോ? അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ ഡേ 1 വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാം. നാളെയാണ് നമ്മൾ ഭാവന ശരിക്കും ഇരുത്തിലെത്താൻ വേണ്ടി പോണത്. ഭയങ്കര എക്സൈറ്റഡ് ട്രിപ്പുണ്ട്. നാക്കിൽ എഴുതണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രിപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഡേ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ടയർഡാണ്, നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. നേരത്തെ 5 മണിക്ക് എത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത് എഴുത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വേഗം ഒന്ന് ചേഞ്ചൊക്കെ ചെയ്തതിന് ശേഷം പടപടയെന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. അതിനുശേഷം നമുക്ക് നാളെ 4 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് പടപടയെന്ന് പോകണം കേട്ടാ. അമ്പലത്തില് നാളെ പോണ്ടേ ഒന്നുകൂടി? നാളെ അല്ലേ നാക്കിൽ എഴുതണത്? അതിലെന്താടാ അതില്? അപ്പോ ബാഗിലെന്താ? എവിടാ? ഗുഡ് മോർണിംഗ്. ആരാ ഈ സുന്ദരിക്കുട്ടിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നിക്കണേ? വാവയാണോ എഴുതാൻ വേണ്ടി പോണത് നാക്കില്? എഴുതണ്ട, ശരി. ഒന്ന് കറങ്ങി ഒന്ന് കാണട്ടെ ഡ്രസ്സ്. എന്റെ ഒരു ഭംഗിയാണ്. പോവാ, അമ്പലത്തിൽ പോവാം. ഓ എവറിബഡി, ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് 4 മണിക്ക് എണീറ്റ് റെഡിയായി. സുന്ദരിയും ഒക്കെ ആയി അല്ലേ ഏട്ടാ? ഞങ്ങളിപ്പോൾ 5 മണി കഴിഞ്ഞു കേട്ടോ. 5 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞാൽ 5 മണി കഴിഞ്ഞു. നമ്മൾ വേഗം ഇറങ്ങുകയാണ്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓടല്ല, നമുക്ക് മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി എക്സ്ട്രാ കുറച്ച് സ്ലൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. വാ ലെറ്റ്സ് ഗോ. ചെരുപ്പ് വേണ്ട, ഇറങ്ങ. സുന്ദരിക്കുട്ടി ഇറങ്ങിയേ, ഇറങ്ങ്. വേണ്ട, നടക്ക്. ടെമ്പിളിൽ പോവാ. അമ്പലത്തിൽ പോകുമ്പോ
വിജനമായ റോഡ്. ആരുമില്ല അല്ലേട്ടാ, നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ആരുമില്ല കേട്ടോ. നമ്മളെ പറഞ്ഞ് പറ്റിച്ചാണോ കേട്ടോ 5 മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. ആണല്ലേ, തിരക്കൊന്നുമില്ല, അതുകൊണ്ട് പടപടയെന്ന് കഴിയുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ലെറ്റ്സ് ഗോ. സൂക്ഷിച്ചു ഞങ്ങളെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചല്ലേ കുഞ്ഞാ? മുല്ലപ്പൂ കാണിച്ചേടാ. ഓ വാ, ഉണ്ട് എല്ലാം ഉണ്ട്. ഞാനും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട്, പക്ഷെ എൻ്റെ തല വെച്ചിട്ട് കാണുന്നില്ലെന്നേ ബാക്കിലായതുകൊണ്ട്. ആരും ഇല്ല കേട്ടോ, തിരക്കല്ല. മണ്ട ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അകത്തോട്ട് എന്താ അവസ്ഥ എന്നറിയില്ല, എന്നാലും നമുക്ക് പുറത്ത് കണ്ട ഏകദേശം അറിയാലോ അവസ്ഥ എന്താന്നുള്ളത്. ലെറ്റ്സ് ഗോ. എന്നിട്ടിവിടെ ടോക്കൺ എടുക്കാണ്. കഴിഞ്ഞ വാ സൂഷ്. ആരാത് നോക്കൂ. ഹലോ, എഴുതിയോ? എവിടെ എഴുതിയേ? എന്തിലാ എഴുതിയ? നാക്കില. പിന്നെ എവിടെയൊക്കെ എഴുതി? കയ്യിലോ? അരിയിലല്ലേ എഴുതിയേ? എന്റെ ദൈവമേ, എങ്ങനെയുണ്ട് ഇവനെ കൊണ്ടുപോയത്? നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉണ്ടെന്നുള്ളൂ. നമുക്ക് വീഡിയോ എടുക്കാൻ അവിടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു അല്ലേടാ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരുണ്ടെന്നുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്ത സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് എഴുതിയെടുത്താൻ പറ്റി ഈ ചെറിയതിനെ. പിന്നെ നല്ല ദർശനം കിട്ടി, ഭയങ്കര തിരക്കുറവായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ദർശനം കിട്ടി. ഞാൻ പറഞ്ഞ ഇത്ര നന്നായിട്ട് തൊഴുതിട്ട് കൂടി ഇല്ലല്ലേ അല്ലേ? നന്നായിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ അതിന് സ്പെഷ്യൽ അനുഗ്രഹമൊക്കെ കിട്ടുമ്പോൾ അതിന് സന്തോഷമായി. അത്രയും നമുക്ക് നല്ല സമയമായതുകൊണ്ടാണല്ലോ നമുക്ക് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയത്. അപ്പോൾ അതിന് ദേവിനോട് ഒരുപാട് 1000 നന്ദി. അങ്ങനെ അല്ലേ കുഞ്ഞാമ്പൂന് ഇഷ്ടമായോ? കുഞ്ഞാമ്പൂനെ എഴുതിയിട്ട് ഇഷ്ടമായോ? കുറുമ്പി സാധനം. അതെ, ഇപ്പോൾ 6:30 ആവാറായിട്ടോ. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും തുറന്നിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ വേഗം പാക്ക് ചെയ്തിട്ട് വേഗം ചെക്കൗട്ട് ചെയ്ത് പോകണം എന്നാണ് നമ്മുടെ പ്ലാൻ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും, വർക്കിംഗ് ഡേയും എക്സാമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എനിക്കൊണ്ട് മൂകാംബികയിൽ വരുന്നുണ്ടെങ്കിൽ എക്സാം ഉള്ള സമയത്ത് വരുന്നതായിരിക്കും ബെറ്റർ അല്ലേട്ടാ. എക്സാം ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് എഴുതിച്ചിട്ടും തൊഴുതിട്ടൊക്കെ പോവാം. ഇത് കൊള്ളാം ഈ പരിപാടി. നല്ല തിരക്ക് കുറവാണ് അമ്പലത്തിൽ. കണ്ടോ ഇങ്ങനെ ഇത്രയും തിരക്ക് കുറവിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇപ്പോൾ നട അടച്ചേക്കുവാണ്, അതുകൊണ്ടാണ് ഒട്ടും ആൾക്കാരില്ലാത്തത്. അപ്പോൾ എല്ലാവരും ക്യൂലാണ്. അതുകൊണ്ട് കുഞ്ഞി പ്രസാദത്തിൻ്റെ കവറൊക്കെ പിടിച്ചത് നോക്ക്. ഞങ്ങളിപ്പോൾ കണ്ട് കുറുമ്പി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. നല്ല ദർശനം കിട്ടി. പോയടാ നല്ല ദർശനം കിട്ടി. നമ്മൾ തൊഴുതി ഇറങ്ങി. യെസ്, അങ്ങനെ നമുക്ക് നന്നായിട്ട് നല്ല ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും വരുന്നു. നട അടച്ചേക്കണായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വാ. അവിടെ ഒരു ടോയ്സിൻ്റെ കട കണ്ടപ്പോൾ ഒരു സൈഡ് വലിവ്. അപ്പോൾ നട അടച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നട തുറന്നപ്പോഴത്തേക്കും നമ്മൾ പോന്നു കേട്ടോ. ഇനി പയ്യെ നമ്മൾ ചെരുപ്പൊക്കെടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാം എന്നുള്ളൊരു കർമ്മത്തിലേക്കാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ റൂമിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അത്രയും ലേറ്റ് ആവാണ്ട് നമുക്ക് വീട്ടിലെത്തണമല്ലോ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ചായ നല്ലായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചെക്കൗട്ട് ചെയ്തു. നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് പാർക്കിങ്ങിൽ. അപ്പോൾ ഞാൻ ഈ പൂവ് കണ്ടിട്ടോ, ഈ പൂവ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ പാട്ട് മാത്രമേ ഓർമ്മ വന്നുള്ളൂ. മറ്റേ അനുരാഗ് വിലോചൻ്റെ അത് ഈ പാട്ട് കാണിക്കത്തില്ലേ, ഇതിനൊരു പേരുണ്ടെന്നല്ലേ, ഒന്ന് വിളക്ക് പോവോ അങ്ങനെയുണ്ടല്ലേ എൻ്റെ പേര്. അത് കണ്ടപ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നു. സൂപ്പർ ഇട്ടിയല്ലേ ഈ പാട്ട്. ഈ എന്ത് ഭംഗിയാണ് ഈ പൂവിൻ്റെ ഒരു ഭംഗി നോക്കിയേ. ഓംബ്രെ കളറും. ഓ മൈ ഗോഡ്, ഈ മരം മുഴുവനും ഇതാ കണ്ട. ഇത് തന്നെയാണോ അത്? നല്ല ഭംഗിയുണ്ടല്ലേ.
ഞാൻ തള്ള വൈബാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് പൂവൊന്നും അങ്ങോട്ട് പറിക്കാൻ തോന്നല്ല. പണ്ടൊക്കെ നമുക്ക് പൂ പറിച്ച് കണ്ട് കുറച്ച് നേരം കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നേക്ക് സമാധാനമില്ല. പക്ഷെ ഇതിപ്പോൾ അവിടെ നിൽക്കുന്നതാണ് ഭംഗി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഓക്കെ, ഇവിടെ എല്ലാവരും സെറ്റാണ്. നമുക്ക് ഇനി വണ്ടിയിൽ കയറാം. അതൊക്കെ ഇവിടെ സെറ്റായത് ആണോ? ആ, ഒരു 8 മണിയോടെ ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ട് അവളുടെ വിദ്യാരംഭം നമുക്ക് കുറിക്കാൻ വേണ്ടി പറ്റി. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവും. ബിക്കോസ് നിങ്ങളുടെ മുന്നിൽ ലിറ്ററലി വളരുന്ന ഒരു മോളാണ് അവൾ. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബൈ, ടേക്ക് കെയർ.